നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചാൽ തെറ്റ്, സ്നേഹിച്ചില്ലെങ്കിൽ തെറ്റ്. ഞാനൊരു പുരുഷവിരോധി അല്ലാട്ടോ. ഇതൊരു എന്താ പറയാ, ഇപ്പം നാളെ വുമൻസ് ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു പാട്ട് ലോഞ്ച് ചെയ്യാണ്. പാട്ടിൻ്റെ പേര് പിഴ എന്നാണ്. ഒരു വെറൈറ്റി പേരാണല്ലോ, അതിലേക്ക് വന്നതിൻ്റെ കാരണം പേര് ഈ പിഴ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്താലും തെറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലും തെറ്റെന്ന് പറയും, സംസാരിച്ചില്ലെങ്കിലും തെറ്റെന്ന് പറയും. എന്താ പറയുക, കുട്ടി ഉണ്ടായാൽ തെറ്റ്, കുട്ടി ഇല്ലെങ്കിൽ തെറ്റ്, നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചാൽ തെറ്റ്, സ്നേഹിച്ചില്ലെങ്കിൽ തെറ്റ്. ഇങ്ങനെയുള്ളൊരു കുറേ കാര്യങ്ങൾ സ്ത്രീകൾക്ക് എപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. അവരുടെ എന്ത് ഡിസിഷൻസിനും ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വിമൻസ് ഡേയുടെ അന്ന് എല്ലാവരും എന്താ പറയുക, ഒരുപാട് സ്ത്രീകളെ പ്രശംസിച്ചുകൊണ്ടും 10 തലയുള്ള 10 കൈയുള്ള അമ്മമാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് ഇടും. പക്ഷേ ഞങ്ങൾ സ്ത്രീകൾ എവിടേക്കോ അനുഭവിക്കുന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയ വേദനയാണത്. എന്ത് ചെയ്താലും നമ്മളെ പഴിക്കുക, നമ്മൾ തെറ്റാണെന്ന് പറയാം. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ ഈ വിമൻസ് ഡേയുടെ അന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ആരെന്തൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് തെറ്റാണെന്ന് പറഞ്ഞാലും തളരാണ്ട് മുമ്പോട്ട് വരണം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സങ്കടപ്പാട്ടല്ല കേട്ടോ, ഒരു എന്താ പറയുക, എംപവർമെൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നാളെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകളുണ്ടാവും. മെയിനായിട്ട് പിഴ എന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിട്ടതും തന്നെ പല രീതിയിലുണ്ടാവും, നെഗറ്റീവുകൾ ഒരുപാട് വരും. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണും? ഇത്ര നാള് ഞാനത് നോക്കി കണ്ടതിനേക്കാൾ വലിയ ഒരു സ്ത്രീ തന്നെ പിഴ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയല്ലേ ഇതിൽ പറയണത്. പലരും അങ്ങനെ ചിന്തിച്ചിട്ട് പല രീതിയിൽ പല നെഗറ്റീവായിട്ടുള്ള ഇപ്പം ഞാൻ പറയും, പാട്ട് കേൾക്കാൻ പറയും. അതായത് ഞാനിതിനകത്ത് പറയണത്, പെണ്ണെ നീ പിഴ, നീ ചെയ്യുന്നതെല്ലാം പിഴ, ചെയ്യാതിരുന്നാലോ പിഴ, ഉണ്ണി പിറന്നാൽ പിഴ, ഉണ്ണി പിറന്നില്ലേൽ പിഴ, അതാണ് പറയണത്. അല്ലാണ്ട് പെണ്ണ് നീ പിഴയാണെന്നുള്ളതല്ല അതിനകത്ത് പറയണേ. പിന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ പെണ്ണുങ്ങളെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം പറഞ്ഞ പോലെ പിഴയാന്ന് പറയണത്. ആണുങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല അല്ലേ, അവൻ പിഴയാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എതിരെ ഒരു അഗ്രഷനൊന്നും അല്ലടോ, ഇതൊരു എന്താ പറയുക, നമ്മൾ ഇപ്പം ഈ സീതാദേവി ശ്രീരാമൻ്റെ സമയം തുടങ്ങി, എന്താ സീതാദേവി ലങ്കയിൽ നിന്ന് വന്ന സമയത്തും അവർ വരെ പറഞ്ഞിരുന്നു മോശക്കാരിയാണെന്ന്. എന്നിട്ട് ഭൂമിയുടെ ഉള്ളിലോട്ട് പോയത്. അപ്പോൾ ആ കാലം തുടങ്ങി ഈ കാലം വരെ നമ്മളിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷമാണ്. അപ്പോൾ ഇതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അപ്പം അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജാണ് ഞാനത് കൊടുക്കുന്നത്. ഒരു ദേഷ്യമൊന്നുമല്ല, സ്ത്രീകൾക്ക് ശക്തി പകരാണ്. പിന്നെ ഞാനൊരു പുരുഷവിരോധി അല്ലാട്ടോ. ഇതൊരു എന്താ പറയുക, എനിക്കും ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് നിങ്ങളെല്ലാവരും ആൺകുട്ടികൾ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും കൂടെയാണ് നമ്മളും ഇങ്ങനെ ഈ ഒരു പാട്ടിലേക്ക് വന്നതും. പിന്നെ ഈ പാട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്നവരെല്ലാവരും മെയിൽ എന്താണ് പറയുക, കോർഡിനേറ്റ്സ് തന്നെയാണ്. അങ്ങനെ ഫൈനലി ഈ പാട്ട് കുറേ നാൾ മുമ്പ് ഞാൻ എഴുതി വെച്ചൊരു പാട്ടാണ്. പിന്നെ ഇത് റിലീസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ വുമൻസ് ഡേ വന്നപ്പോൾ അതൊരു ആവറേജ് സമയമാണെന്ന് വിചാരിച്ചു ചെയ്യാം. ഇന്നത്തെ ഒരു കാലത്തിലുണ്ടല്ലേ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സോഷ്യൽ എംപവർമെൻറ്റ്, ഇക്വാലിറ്റി, ഈക്വൽ ജസ്റ്റിസ്, ഫെമിനിസം, ഇങ്ങനെയുള്ള ഐഡിയോളജീസ് ഒക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പീക്കിൽ തന്നെ നിൽക്കുന്ന സ്ത്രീകൾ ഉന്നമനത്തിൽ എത്തുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കലയിലായാലും രാഷ്ട്രീയത്തിലായാലും ഒരുപാട് സംസാരിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതും വിജയം കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോങ്ങിലൂടെ, കാരണം പേരിൽ തന്നെ ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരിലൂടെ വുമൻസ് ഡേയിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആൽബത്തിലൂടെ എന്തൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്തൊരു മൂവ്മെന്റ് സൊസൈറ്റിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഇപ്പം നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ പണ്ടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും മുൻസ്ഥാനത്ത് നിൽക്കുന്നത് സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ പോലും നമ്മൾ പെണ്ണുങ്ങളെ ഒരു പേഴ്സണൽ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോഴും നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ അല്ലാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ കൂടെ ഞാൻ എഴുതിയതാണ്. പിന്നെ ഞാൻ എന്താ പറയുക, എൻ്റെ കുറേ സ്ത്രീകൾ സുഹൃത്തുക്കളുടെ കഥകളും സങ്കടങ്ങളും ഒക്കെ എല്ലാം കൂടെ യോജിച്ച് ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ കേൾപ്പിച്ച എൻ്റെ
പെൺ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ബാക്കി എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിഴാന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഒരു നെഗറ്റീവായിട്ടുള്ള കൺസെപ്റ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു പേരെടുത്ത് ചെയ്യുമ്പോൾ അതൊരു സ്റ്റേറ്റിനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പൊളിച്ചെഴുതുന്നതായിരിക്കും. നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ളതൊന്നായിരിക്കും പാട്ടുകൾ. ഈ പാട്ടിൽ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അനുഭവിച്ച കാര്യങ്ങളാണ്. ഞാനൊരിക്കലും ഒരു വേറെ സ്ത്രീയെ പെണ്ണെ നീ പിഴാന്ന് പറയല്ല. ഞാനടക്കമുള്ള സ്ത്രീകളെ വിളിച്ചിട്ടും കേട്ടിട്ടുമുള്ള ഇപ്പം എൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ വർഷം എന്നെക്കുറിച്ച് ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഞാനടക്കമുള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ മീഡിയയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ വിഷമങ്ങൾ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഇതേമാതിരി അല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ എല്ലാ ദിവസവും ഈ പിഴ എന്ന് പറയുമ്പോൾ അത് തെറ്റെന്നാണ്, പഴി വയ്ക്കുക, തെറ്റ് ചെയ്യുക എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും തെറ്റ് എന്ന് പറയാം, അല്ലാണ്ട് പെണ്ണ് പിഴ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. നിങ്ങളൊക്കെ ഇത് നന്നായിട്ട് ഇടണോട്ടാ, അല്ല മറ്റേ പിഴ എന്ന് പറയുന്നത് അല്ല, ഈ പേര് പാട്ടിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാനിത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വാക്കാണ്. അത് ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടി എഴുതിയ കാര്യമാണ്. ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ കൂടെ തന്നെയാണ് ഞാൻ ഈ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് വരി എഴുതിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വരികൾ കേൾക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവുമായിരിക്കും തോന്നുന്നു. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവരോടും കാണാൻ വരണം, നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഏത് പ്ലാറ്റ്ഫോമിലാണ്? എൻ്റെ യൂട്യൂബിൽ തന്നെയായിരിക്കും. ഇപ്പം നാളെ നമ്മൾ എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും പാട്ട് ഔട്ട് ആവുന്നുണ്ട്. പിന്നെ നാളെ ഇതിൻ്റെ ഒരു മേജർ ടീസറല്ല പ്രോപ്പർ ട്രയലർ നാളെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു AI വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്തോ അഭിനയിച്ചോ കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ AI ആകുമ്പോൾ നമുക്കൊരു ബാൻഡ് വിഡ്ത്ത് ഇല്ലല്ലോ, എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് AI എന്നുള്ളൊരു രീതിയിലേക്കാണ്. അതൊരു അടുത്ത വീക്കെൻഡിൽ ഫുൾ വീഡിയോ റിലീസാകും. റിലീസ് ചെയ്തതിനുള്ള ചർച്ചകളിൽ കാണാം. അതെ, താങ്ക് യു.